ലേഡീസ് സ്യൂട്ടിന്റെ തയ്യൽ ഭാഗം 1 ഒരു സൽവാർ ഡ്രാഫ്റ്റിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ക്ലാസിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. ഒരു സൽവാറിന് ആവശ്യമായ മെറ്റീരിയൽ കണക്കാക്കുക. സൽവാറിന്റെ പേപ്പർ പാറ്റേൺ, ഡ്രാഫ്റ്റ് കൂടാതെ കട്ട്. മാസ്റ്റർ പാറ്റേൺ തയ്യാറാക്കുക. തയ്ക്കാനായി സൽവാർ ഘടകങ്ങൾ, ലേ കൂടാതെ കട്ട്. ഒരു സൽവാർ ഡ്രാഫ്റ്റിംഗിന് ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയൽസും ഇവയാണ്. 2.5 മീറ്റർ × 90 സെന്റിമീറ്റർ പോപ്ലിൻ, 2 തവിട്ടു ഷീറ്റുകൾ, ടൈലറുടെ കത്രിക, ടൈലറുടെ ചോക്ക്, അളക്കുന്ന ടേപ്പ്, എൽ സ്കെയിൽ, ഫ്രഞ്ച് വക്രം, ട്രേസിംഗ് വീൽ, നേരായ പിന്നുകൾ. ആദ്യം നമുക്ക് തുണിയുടെ അളവുകൾ നോക്കാം. ഫുൾ നീളം 100 സെന്റിമീറ്റർ ആണ്. ഇടുപ്പിന്റെ അളവ് 100 സെന്റിമീറ്റർ ആണ്. ബോട്ടം ചുറ്റളവ് 38 സെന്റിമീറ്റർ ആണ്. ആദ്യം നമുക്ക് ഒരു പേപ്പർ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യാം. ബ്രൗൺ ഷീറ്റ് വീതിയിൽ മടക്കിയത് കട്ടിംഗ് മേശയിൽ വയ്ക്കുക. സൈഡ് പാനൽ, സെന്റർ പാനൽ കൂടാതെ സൽവാറിന്റെ വേസ്റ്റ് ബാൻഡ് എന്നിവയുടെ ഡ്രാഫ്റ്റിംഗ് ബ്രൗൺ ഷീറ്റിൽ വരയ്ക്കുക. ഡ്രാഫ്റ്റിംഗിനായുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്. ഡ്രാഫ്റ്റിംഗിനായുള്ള നിർദ്ദേശങ്ങൾ ഇതാണ്. 0 മുതൽ 1 ആണ് വസ്ത്രത്തിന്റെ മുഴുവൻ നീളം. മുതൽ 2 മാർക്ക് ചെയ്യുക. ഇത് ഇടുപ്പളവ് ന്യൂനം 5 സെന്റിമീറ്ററിന്റെ 1/4 2 മുതൽ 3ഉം 1 മുതൽ 4 വരെയും മാർക്ക് ചെയ്യുക. ഇത് ഇടുപ്പളവിന്റെ 1/6 തുല്യവും ചേരുന്നതുമാണ്, അതായത് H. 3 മുതൽ 5 മാർക്ക് ചെയ്യുക. ഇത് തുണിയുടെ വീതിയുടെ പകുതിയാണ്, -2 സെന്റിമീറ്റർ. 5 മുതൽ 6 മാർക്ക് ചെയ്യുക. ഇത് ഇടുപ്പ് അളവിന്റെ, അതായത് H 1/3 ആകെയാണ്, കൂടാതെ 5 സെന്റിമീറ്റർ മൈനസ് ബെൽറ്റ്. 1 മുതൽ 7 മാർക്ക് ചെയ്യുക. ഇത് ബോട്ടം അളവിന്റെ പകുതിയാണ്. പൂജ്യം മുതൽ 8ഉം 2 മുതൽ 9ഉം വരെയുള്ള ദൂരം ഇടുപ്പ് അളവ് അധികം 8 സെന്റിമീറ്റർ 4 കൊണ്ട് ഹരിക്കുന്നതാണ്. ഫോൾഡ് ലൈനും ഗ്രെയിൻ ലൈനും മാർക്ക് ചെയ്യുക. 2ൽ നിന്നും 10ലേക്കുള്ള ദൂരം 0.2 മുതൽ 0.9 വരെയുള്ള ദൂരത്തിന്റെ പകുതിയാണ്. അടുത്തതായി നമുക്ക് പാറ്റേൺ മുറിക്കാൻ പഠിക്കാം. തയ്യാറാക്കിയ പേപ്പർ പാറ്റേൺ കട്ടിംഗ് ലൈനുകളിലൂടെ കട്ട് ചെയ്യുക. വസ്ത്രത്തിന്റെ വേസ്റ്റ് ബാൻഡ് 0, 8, 9, 2 തുടങ്ങി കട്ട് ചെയ്യേണ്ടതാണ്. സെന്റർ പാനൽ 2, 3, 4 കൂടാതെ 1 മുതൽക്കാണ് കട്ട് ചെയ്യേണ്ടത്. സൈഡ് പാനൽ കട്ടിംഗ് 3, 9, 5, 7 കൂടാതെ 4 മുതലാണ് കട്ടിംഗ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മാസ്റ്റർ പാറ്റേൺ ഉണ്ടാക്കാൻ പഠിക്കാം. മാസ്റ്റർ പാറ്റേണിനുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ്.
ഫോൾഡ് ഡൗൺ കേസിംഗിനു വേണ്ടിയുള്ള ബെൽറ്റ് വേസ്റ്റ് ലൈൻ അളവ് 5 സെന്റിമീറ്റർ ആയിരിക്കണം. മറ്റെല്ലാ വശങ്ങൾക്കും അളവ് 1 സെന്റിമീറ്റർ ആയിരിക്കണം. മറ്റേ ബ്രൗൺ ഷീറ്റ് വയ്ക്കുക. കൂടാതെ വേസ്റ്റ് ബാൻഡ് പേപ്പർ പാറ്റേണിന്റെ ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുക. പാറ്റേൺ നീക്കം ചെയ്തിട്ട് അതിനോട് സീം അലവൻസ് ചേർക്കുക. സമാനമായി മറ്റ് ഘടകങ്ങളും ഓരോന്നോരോന്നായി വയ്ക്കുക. കൂടാതെ സീം അലവൻസ് വരയ്ക്കുക. വേസ്റ്റ് ബാൻഡ് ഉള്ള സൽവാറിന്റെ മാസ്റ്റർ പാറ്റേൺ കിട്ടുന്നതിന് മാസ്റ്റർ പാറ്റേൺ അലവൻസുകൾ വരയ്ക്കുക. എന്നിട്ട് കൂടുതലുള്ള ബ്രൗൺ ഷീറ്റ് കട്ട് ചെയ്യുക. ഭാവി റഫറൻസുകൾക്കായി കട്ട് പാറ്റേൺ ഘടകങ്ങൾക്ക് പേര് നൽകുക. ഇപ്പോൾ നമുക്ക് ലേഔട്ടിനെയും കട്ടിംഗ് പ്രക്രിയയെയും കുറിച്ച് പഠിക്കാം. നൽകിയ അളവുകൾ പാലിക്കുക. കൂടാതെ സൽവാറിന്റെ നീളത്തിന്റെ 2 ഇരട്ടി പ്ലസ് ബോഡി റൈസിന്റെ 1 നീളം, +5 സെന്റിമീറ്റർ ഫോൾഡ് ഡൗൺ കേസിംഗിന് +3 സെന്റിമീറ്റർ കൂട്ടി തുന്നലുകൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ആവശ്യമായ മെറ്റീരിയൽ കണക്കാക്കുക. സൽവാർ തുണി വീതിയിൽ മടക്കിയത് അതിന്റെ തെറ്റായ വശം കാണുന്ന വിധം കട്ടിംഗ് മേശയിൽ വിരിക്കുക. സൽവാർ ഘടകങ്ങളുടെ പാറ്റേണുകൾ ക്രമീകരിക്കുക. സൈഡ് പാനൽ, സെന്റർ പാനൽ കൂടാതെ വേസ്റ്റ് ബാൻഡ്. നൽകിയിരിക്കുന്ന പാറ്റേണുകളുടെ ഔട്ട്ലൈൻ ടെയിലറുടെ ചോക്ക് ഉപയോഗിച്ച് തുണിയിൽ മാർക്ക് ചെയ്യുക. അതേപോലെ സൽവാറിന്റെ ഘടകങ്ങളുടെ ആവശ്യമായ എണ്ണം വരയ്ക്കുക. ഗ്രെയിൻ ലൈനുകൾക്കായുള്ള പാറ്റേൺ സ്ഥാനങ്ങൾ ചെക്ക് ചെയ്യുക. മാസ്റ്റർ പാറ്റേൺ നീക്കം ചെയ്യുക. സെന്റർ പാനലിന്റെ മധ്യത്തിൽ നോച്ചസ് മാർക്കും കട്ടും ചെയ്യുക. മൂർച്ചയുള്ള കത്രിക കൊണ്ട് മാർക്ക് ചെയ്ത ലൈനുകളിലൂടെ കട്ട് ചെയ്യുക. നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടി സൽവാറിന്റെ എല്ലാ ഘടകങ്ങളും മടക്കി ഒന്നിച്ച് കെട്ടിവെക്കുക.
ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം. ഒരു മടക്കിയ ബ്രൗൺ ഷീറ്റിൽ സൈഡ് പാനൽ, സെന്റർ പാനൽ കൂടാതെ വേസ്റ്റ് ബാൻഡിനു വേണ്ടി പാറ്റേണുകൾ വരച്ച് കട്ട് ചെയ്യുക. മറ്റൊരു ബ്രൗൺ ഷീറ്റിൽ പാറ്റേണുകളുടെ ഔട്ട്ലൈനുകൾ മാർക്ക് ചെയ്ത് ഒരു മാസ്റ്റർ പാറ്റേൺ സൃഷ്ടിക്കുക. സീം അലവൻസുകളും കൂടാതെ കട്ടിങ്ങും ചേർത്ത് തുണി ആവശ്യങ്ങൾ കണക്കാക്കുക. മേശയിൽ തുണി വിരിക്കുക. പാറ്റേൺ ഔട്ട്ലൈനുകൾ മാർക്ക് ചെയ്യുക. തുണി കട്ട് ചെയ്യുക. കൂടാതെ ഘടകങ്ങൾ ഒരുമിച്ച് സുരക്ഷിതമാക്കുക. ഇത് സെഷന്റെ അവസാനത്തിലെത്തുന്നു. ലേഡീസ് സ്യൂട്ടിന്റെ തയ്യൽ ഭാഗം 1, ഒരു സൽവാർ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു നല്ല ധാരണ നിങ്ങൾ നേടിയെന്ന് ആശിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.